ഹലോ. ഉച്ചയ്ക്ക് കോളിംഗ് ബെല്ല് കേട്ടിട്ട് നോക്കിയപ്പോഴേ അതാ ബീഫ് കേട്ടപ്പുറത്ത് നിസ്സാർക്കാടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ നേരെ അതുമായിട്ട് കിച്ചണിലേക്ക് പോയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിനകത്തേക്ക് ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അല്പം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒരു 6 വിസിൽ വരെ കുക്കറിനകത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴേക്കും ഒരു കടായി അടുപ്പി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി, സവാള, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് 2 തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണം നന്നായിട്ട് മാറണം. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നില്ല, മസാലപ്പൊടിയും ചേർക്കുന്നില്ല. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അത് വേവിക്കുമ്പം ബാക്കി വരുന്ന വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട കേട്ടോ, കാരണം ലാസ്റ്റ് നമുക്ക് ഉപ്പ് പോരെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിത് ബീഫ് റോസ്റ്റായിട്ടാണ് കേട്ടോ വെച്ചത്. നിങ്ങൾക്ക് ബീഫ് ഫ്രൈ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ വെള്ളയപ്പവും ബീഫ് റോസ്റ്റും ആയിരുന്നു അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി വെള്ളയപ്പമാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയായിട്ട് പിന്നീട് ഞാൻ വരാം. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം പച്ചമുളകും അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഞാൻ പെപ്പർ പൗഡർ ചേർത്തിട്ടുള്ളൂ. ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.